ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് സാധാരണ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി കേരളത്തിൻ്റെ വലിയൊരു തലത്തിലുള്ളൊരു ഹോട്ടലിൻ്റെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുമ്പം അത് എന്നെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ഞാനാണ്. നമ്മുടെ ഭക്ഷണം താളത്തോടെ കഴിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു താളമുണ്ട്, ഒരു റിതമുണ്ട്. ആ റിതത്തിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാണ്ട് ബൊഫയിൽ പോയി വാരി വലിച്ച് കഴിക്കുന്ന ഭക്ഷണ സംസ്കാരവും ശീലവും നമ്മളൊന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഭക്ഷണം പോലത്തെ നല്ല ഭക്ഷണം ലോകത്ത് വേറെ എവിടെയില്ല. അവനൊരു പാചകക്കാരൻ അല്ലെ, അവനെ കുക്കല്ലേ, അതല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ ഇത്. ഒരിക്കലും അങ്ങനെ ധരിക്കരുത് പാചകത്തെക്കുറിച്ച്. പാചകം ഒരു വാചകം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഭക്ഷണം കൊടുത്ത ഒരാൾക്ക് രോഗവും ഉണ്ടാക്കാം, രോഗം ഇല്ലാണ്ടാക്കുകയും ചെയ്യാം. പിന്നെ സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ഒരു 7 ദിവസം ഭക്ഷണം കൊടുക്കാൻ പറ്റി. അദ്ദേഹം ലാസ്റ്റ് പോകുമ്പോൾ ഒരു ഓട്ടോഗ്രാഫ് തന്നിട്ട് എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും ലണ്ടനിൽ ഷെഫ് വരികയാണെങ്കിൽ ഈ ഓട്ടോഗ്രാഫ് ഒന്ന് എയർപോർട്ടിൽ കാണിച്ചാൽ എമിഗ്രേഷൻ പോലും ഇല്ലാതെ ഷെഫിനെ ഞാൻ താമസിക്കുന്നിടത്ത് അവർ കൊണ്ടുവരും. വേൾഡ്സ് വിമൻ ലീഡർഷിപ്പ് അവാർഡ് സ്വീകരിച്ച് ഇതാ ഒരു പുസ്തകം, ഇനി 2 പുസ്തകങ്ങൾ കൂടി വരാനിരിക്കുകയാണ്. ഏറെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നമുക്ക് ഈ ചർച്ചയിലേക്ക് മാഡത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. ലുലു ബോൾഗാട്ടി ലുലു ഹയത്ത് ഹോട്ടലിൽ മാം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇന്ന് ഒരു ലേഡി ഷെഫ് എന്ന നിലയിൽ ഇവിടെ ഈ ഒരു വേദിയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് മാമിന് തോന്നുന്നത്? വേദികളൊക്കെ നമുക്ക് എപ്പോഴും ഒരലങ്കാരവും ഒരഹങ്കാരവുമാണ് അല്ലേ, ഏത് വേദിയായാലും. പക്ഷെ എന്നെ സംബന്ധിച്ച് പാചകകല ഒരു അഹങ്കാരമാണ്, അതെൻ്റെ ഒരു അലങ്കാരവും കൂടിയാണ്. ഞാൻ എൻ്റെ 9 വയസ്സിൽ തുടങ്ങിയതാണ് പാചകത്തിനോടുള്ള ഇഷ്ടവും സ്നേഹവും അതിലുപരി ബഹുമാനവും. ഞാൻ എപ്പോഴും പറയും പാചകം സ്നേഹത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കേണ്ട ഒന്നാണെന്ന്. ലുലുവുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് ചെറിയ അടുപ്പമല്ല. ലുലുവുമായിട്ടുള്ള അടുപ്പത്തിൽ ഗ്രാൻഡ് ഹയാത്ത് സാറിൻ്റെയാണ്. അവിടുത്തെ ഹെഡ് ഷെഫായിട്ട് ഞാനിപ്പം ഒരു 8 വർഷമായി സാർക്ക് പാചകം ചെയ്തു കൊടുക്കുന്നു. അതുതന്നെ ഒരു അനുഗ്രഹമല്ലേ? പാചക കലയല്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ടീച്ചറോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയോ ആയി ഞാൻ ഒതുങ്ങി കഴിയേണ്ടിയിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ ഒരുപാട് കോണുകൾ എനിക്ക് സഞ്ചരിക്കാൻ പറ്റി, ഒരുപാട് രുചികൾ എനിക്ക് അടുത്തറിയാൻ പറ്റി. അതിലൂടെ തന്നെ ഞാനൊരു പുസ്തകം എഴുതിയത് 365ഓളം റെസിപ്പിയുള്ള ലത പാചകം എന്ന് പറയുന്ന പാചകം DC സാർ എന്നോട് അത് ആവശ്യപ്പെട്ടപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് ഞാനാണ്. കാരണം ഞാൻ പ്രസവിച്ച കുഞ്ഞുങ്ങളെ അത് ഞാൻ ഇല്ലാണ്ടായി പോകുമ്പം അവരെന്താവും എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അത് DC ബുക്സിൻ്റെ കയ്യിൽ തന്നെ എത്തി, അത് വേണ്ട ഒരു കയ്യിൽ തന്നെ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം എപ്പോഴാണോ സഫലമാകുന്നത് അത് വേണ്ടിടത്ത് വേണ്ട സമയത്ത് കൊടുക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടുമ്പോൾ മാത്രമാണ്. അല്ലാണ്ട് ഒരാഗ്രഹങ്ങളും പൂർണ്ണമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു പുസ്തകത്തിൽ മാം പറയുന്നത് ഇത് മാമിൻ്റെ പഴമയിലേക്കൊരു എത്തിനോട്ടം ആണെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു NRI ഫെസ്റ്റിവൽ ഭാഗമായിട്ടാണ് മാമിനെ നാം ഈ ലുലുവിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ ഒരു വട്ടം കൂടി എന്നൊരു തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നാം ചോദിച്ചറിയുന്നത്. അപ്പോൾ മാം എന്തൊക്കെയാണ് പഴമയിൽ നിന്ന്, എന്തൊക്കെയാണ് മാം അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്? പഴയ ഭക്ഷണങ്ങളിൽ നിന്ന് തനതായ നമ്മുടെ കേരള ഭക്ഷണങ്ങളിൽ എന്തൊക്കെ മാം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ 5 സ്റ്റാർ ഹോട്ടൽസിനും അതുപോലെ തന്നെ വിദേശീയർക്കും വേണ്ടി എത്തരത്തിലാണ് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്? നമ്മുടെ പഴയ ഭക്ഷണ സംസ്കാരം എന്ന് പറയുമ്പം വളരെ കുറച്ച് മസാലകളും കുറച്ച് ചേരുവകളും ചേർത്ത് വളരെ ഓയിലുകളൊക്കെ വളരെ കുറച്ചുണ്ടാവുന്ന ഒരു ഭക്ഷണ സംസ്കാരമായിരുന്നു കേരളം പാലിച്ചു പോന്നിരുന്നത്. ഇന്ന് നമ്മളുടെ കൈകളിലേക്ക് ഈ സംസ്കാരം അങ്ങ് ചോർന്നു പോയോ എന്നെനിക്ക് സംശയമുണ്ട്. നമ്മുടെ പഴയ ഭക്ഷണ സംസ്കാരം എല്ലാവരും കൊളോണിയൻ സംസ്കാരത്തെ പിന്തുടരുന്നു എന്നല്ല, ചില ദോഷകരമായ ഭക്ഷണ സംസ്കാരം അവർ സ്വീകരിച്ചു എന്നതാണ്. അല്ലാണ്ട് ഒരു ഭക്ഷണവും മോശമല്ല, ഒരു നാടിൻ്റെ ഭക്ഷണവും മോശമല്ല. അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അവിടുത്തെ ഭക്ഷണം. അതുപോലെ കേരളത്തിന് തനതായ ഒരു ഭക്ഷണ സംസ്കാരമുണ്ട്. ഈ നാടൻ വിഭവങ്ങൾ വിദേശീയർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മാം വിളമ്പിയിട്ടുണ്ടോ? അപ്പോൾ അന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ഹോട്ടലിൽ സാധാരണ രീതിയിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ വിദേശ മലയാളികളും വിദേശികളും കഴിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, ഞാൻ കൊടുത്തിരിക്കുന്ന വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പുറത്തുനിന്നുള്ള ആളുകൾക്ക്. മാമ്പഴ പുളിശ്ശേരി, ചെറിയ മാങ്ങ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പുളിശ്ശേരി, അത് 3 ദിവസം നമ്മുടെ ഭരണിക്കകത്തിരിക്കും.
തൈര് ചൂടാക്കരുതെന്ന് അറിയാം. മാമ്പഴ പുളിശ്ശേരി കുറുക്കായിട്ടാണ് ശരിക്കും കുറുകിയെടുത്തിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഭരണിയിലാണ് സൂക്ഷിക്കുന്നത്. ശരിക്കും ഇത് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം കൈ എടുക്കരുത്, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ വിദേശികൾക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. പപ്പായയിൽ നിന്ന് ഞാൻ പച്ചടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഗ്രീൻ ആപ്പിൾ വെച്ച് പച്ചടി ഉണ്ടാക്കാറുണ്ട്, വിദേശികളൊന്ന് ഇഷ്ടപ്പെട്ടോടെ വിചാരിച്ചിട്ട്. അപ്പം ഇതൊക്കെ തന്നെ വിദേശികൾക്ക് നമ്മൾ വെറുതെ വിചാരിക്കണം, നമ്മുടെ കുറച്ച് സ്പൈസി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം വളരെ വളരെ നല്ല സാധനമാണ്. അതുപോലെ തന്നെ മാമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് സദ്യയാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അങ്ങനെ ഈ സദ്യവട്ടത്തിലെ മാമിൻ്റെ ഒരു ഓർമ്മകളൊന്ന് പറയാമോ? ചെറിയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ സദ്യ ഓണത്തിന് മാത്രമേ സദ്യ ഉണ്ടാക്കാറുള്ളൂ, സ്വന്തം വീടുകളിലൊക്കെ. അല്ലെങ്കിൽ പിന്നെ സദ്യ കഴിക്കണേ കല്യാണ വീട്ടിൽ പോകണം. പക്ഷേ എൻ്റെ ഓർമ്മയിലെ സദ്യ എന്ന് പറയുമ്പം ഒരു കല്യാണ വീടും ഞാൻ ഒഴിവാക്കാറില്ല. ക്ഷണിക്കാത്ത കല്യാണ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. കാരണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, കാണാൻ വേണ്ടിയിട്ട്. അതെ അതെ, എങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കണ്ടത് ആറന്മുള സദ്യയാണ്. ആറന്മുള സദ്യ ഉണ്ടാക്കുന്നത് അതെന്നെ വല്ലാതെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു താളത്തിനനുസരിച്ച് ആ വിളമ്പുന്നതും താളമുണ്ട്, കഴിക്കുന്നതിലും താളമുണ്ട്. നമ്മുടെ ഭക്ഷണം താളത്തോടെ കഴിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു താളമുണ്ട്, ഒരു റിതമുണ്ട്. ആ റിതത്തിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാണ്ട് ബൊഫയിൽ പോയി വാരി വലിച്ച് കഴിക്കുന്ന ഭക്ഷണ സംസ്കാരവും ശീലവും നമ്മളൊന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഭക്ഷണം പോലത്തെ നല്ല ഭക്ഷണം ലോകത്ത് വേറെ എവിടെയില്ല. മാം ഇങ്ങനെ കാണാൻ പോയ സമയത്ത് ഏതെങ്കിലും ഒരു പാചകക്കാരനോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മാമിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? എന്നെ ഇൻസ്പയർ ചെയ്ത് വെച്ചാൽ അവരെ വടിയെടുത്ത് ഓടിക്കുക ചെയ്യുക. ചെറിയൊരു പെൺകുട്ടി പാചകം ചെയ്യുന്നിടത്ത് ചെന്ന് നിന്ന് അടിച്ചോടിക്കുക ചെയ്യുക, അവർ അടിച്ചോടിക്കുക ചെയ്യുക. എന്നാലും ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ടുണ്ടോ? പിന്നെ എത്രയോ പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. നിന്റെ കണ്ണിൽ ഞാൻ സാമ്പാർ തെറിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഇൻസ്പിരേഷൻ, അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഞാൻ എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകളിൽ നെഗറ്റീവായിട്ട് ആരെന്നോട് എന്ത് പറഞ്ഞാലും അതിന് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ വളർച്ചയിലും അതെന്നെ വളരെയേറെ ഉയർത്തിയിട്ടുണ്ട്. ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന്, ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി കേരളത്തിൻ്റെ വലിയൊരു തലത്തിലുള്ളൊരു ഹോട്ടലിൻ്റെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുമ്പം അത് എന്നെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ഞാനാണ്. കാരണം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്നു കൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്നു. അതിനെനിക്ക് വേദി ഒരുക്കി തന്നത് യൂസഫ് അലി സാറാണ്. കാരണം അദ്ദേഹത്തോട് എൻ്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പോലും ഞാൻ പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരാളെ അതിൻ്റെ ഒരു ഉന്നത തലത്തിലിരുത്തുക, പല രാജ്യത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക, പല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം തരിക, ഒരാൾക്കും കിട്ടുന്നല്ല, ഒരു ഷെഫ്മാർക്കും ഇന്നുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. മാം അതോടൊപ്പം പറഞ്ഞിട്ടുണ്ട്, ഒരു പാചകം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന് നമ്മൾ പറയും. എന്നാലും അതിലപ്പുറം ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അറിഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു ധാരണയുള്ളൊരു വ്യക്തിയായിരിക്കണം ഒരു പാചകം ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം യൂസഫ് അലി സർ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം മാമിന് ഏൽപ്പിച്ചതും. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പാചകം ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പറയും അവനൊരു പാചകക്കാരൻ അല്ല, അവനെ കുക്കല്ലേ, അതല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ ഇത്. ഒരിക്കലും അങ്ങനെ ധരിക്കരുത് പാചകത്തെക്കുറിച്ച്. പാചകം ഒരു വാചകം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പാചകം ഒരു സ്നേഹത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കേണ്ടതും മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഒത്തുചേർന്ന. ഞാൻ ചോദിക്കട്ടെ, പാചകത്തിൽ കണക്ക് തെറ്റിപ്പോയി എന്തു ചെയ്യും? തീർന്ന്. അവിയൽ സാമ്പാർ രൂപത്തിൽ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു അങ്കുലമാണ് സാമ്പാർ അവിയലിൻ്റെ കണക്ക്. ഒരു അങ്കുലം എന്നുള്ളത് 4 അങ്കുലത്തിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ അവിയലാവോ? അത് വേറെ എന്തെങ്കിലും വിഭവമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു പാചകക്കാരി ഒരു കലാകാരി അല്ല എന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല. പാചകക്കാരി ഒരു കലാകാരി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കലാകാരൻ തന്നെയാണ്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം. കാരണം എന്താ, ഭക്ഷണമാണ് ഔഷധം അല്ലേ? ഭക്ഷണം കൊടുത്ത ഒരാൾക്ക് രോഗവും ഉണ്ടാക്കാം, രോഗം ഇല്ലാണ്ടാക്കുകയും ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്കറിയാം നമ്മളിൽ പലരും ഭക്ഷണം മൂലം രോഗികളായി തീരുന്ന ഒരു സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കൊണ്ട് നമുക്ക് നമ്മുടെ രോഗമോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയി മാറാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഭക്ഷണത്തെ എത്തരത്തിൽ അപ്രോച്ച് ചെയ്താലാണ് അങ്ങനെ ഒരു ആരോഗ്യം നമുക്ക് ലഭിക്കുക? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തൊട്ട്, ഉണ്ടാക്കുന്നത് തൊട്ട്, അത് വാങ്ങുന്നത് തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം ഔഷധം എന്നതിൽ നിന്ന് ഔഷധത്തിൽ നിന്ന് അത് വിഷമായി മാറുകയാണ്. മറ്റേത് ഔഷധമാണ്. അപ്പോൾ നമ്മളൊരു ഒരു 70 കിലോ തൂക്കമുള്ള ഒരാൾ അയാളെക്കാളും തൂക്കമുള്ള ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ ആൾക്ക് നമ്മുടെ വയറിനറിയണം, നമ്മുടെ മനസ്സിനറിയണം നമ്മുടെ വയറിൻ്റെ വിശപ്പ്.
ആ മനസ്സിനറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറ്റ് പിടിക്കുകയുള്ളൂ. നമ്മൾ ചിക്കനും മട്ടനും ബീഫും ഫിഷും എല്ലാം ചേർന്ന ഒരു ബുഫേയിൽ ചെന്നാൽ ഇതെല്ലാം നമ്മൾ കഴിക്കാറുണ്ടല്ലേ. അതിൻ്റെ കൂടെ ഐസ്ക്രീം കൗണ്ടറിൽ ചെന്ന് ഒരു 4-5 സ്കൂപ്പ് ഐസ്ക്രീമും എടുത്ത് ഇപ്പുറത്ത് പോയിട്ട് കുറച്ചൊരു സൂപ്പും കഴിച്ച് ഇപ്പുറത്ത് ചെന്ന് ഒരു പേസ്ട്രിയും കഴിച്ച്, ഇതൊന്നും ആരോഗ്യകരമായ ഭക്ഷണ ശൈലിയല്ല, അതൊരു അഹങ്കാരകരമായ ഭക്ഷണ ശൈലിയാണെന്ന് ഞാൻ പറയും. അത് ആരോഗ്യകരമായ ഭക്ഷണ ശൈലിയല്ല. കാരണം നമ്മളറിയാതെ, നമ്മുടെ ശരീരത്തെ അറിയാതെ, നമ്മുടെ മനസ്സിനെ അറിയാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വിഷമായി മാറും. മാമിന്റെ സ്പെഷ്യൽ ഏതൊക്കെയാണ്? അത് ചോദിച്ചാൽ ആ ബുക്കിലുള്ളതെല്ലാം 368 റെസിപ്പികളുണ്ട് അതില്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നിന്ന്, അതായത് ഒരു പാചക കലാകാരി എന്ന നിലയിൽ എന്തൊക്കെയാണ് പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഒരുപാട് ഒത്തിരി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അവരുടെ സ്നേഹത്തിന് പാത്രമാവാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ യൂസഫലിക്ക, അതേപോലെ രവി പിള്ള സാറ്, ഒരുപാട് സിനിമ ആക്ടേഴ്സ്, ഒരുപാട് സെലിബ്രിറ്റീസ്. അങ്ങനെ അവരെയൊക്കെ അടുത്ത് കാണാനും, ഞാനൊരു സാധാരണ രീതിയിലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് അവരെയൊന്നും എൻ്റെ അടുത്ത് കാണാൻ പറ്റില്ല, പത്രത്തിലൂടെയൊക്കെ കാണാൻ പറ്റൂ. ഇന്നിപ്പോൾ എൻ്റെ മക്കൾ പോലും ചോദിക്കും, അമ്മ യൂസഫ് അലിഖാനെ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് പോലും അതിശയാണ്, ഇത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട്, വിളമ്പി കൊടുത്തിട്ടുണ്ട്, ലാലേട്ടന്, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകൾക്ക്. പക്ഷേ ഇതൊന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള സമ്പന്നരായ 2-3 ആൾക്കാർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊന്നും നമ്മുടെ യൂസഫ് അലിക്കയാണ്, പിന്നെ രവി പിള്ള സാറ്, പിന്നെ സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ഒരു 7 ദിവസം ഭക്ഷണം കൊടുക്കാൻ പറ്റി. അദ്ദേഹം ലാസ്റ്റ് പോകുമ്പോൾ ഒരു ഓട്ടോഗ്രാഫ് തന്നിട്ട് എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും ലണ്ടനിലെ ഷെഫ് വരികയാണെങ്കിൽ ഈ ഓട്ടോഗ്രാഫ് ഒന്ന് എയർപോർട്ടിൽ കാണിച്ചാൽ എമിഗ്രേഷൻ പോലും ഇല്ലാതെ ഷെഫിനെ എൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ താമസിക്കുന്നിടത്ത് അവർ കൊണ്ടുവരും. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നയാണ്, കാരണം ഞാനൊരു പാചകക്കാരി ആയതുകൊണ്ട്. അല്ലാണ്ട് ഒരുപാട് പണം ഉള്ളതുകൊണ്ടല്ല ഞാൻ സമ്പന്നയായത്. ഞാനൊരു പാചകക്കാരി ആയതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന ഞാനാണെന്ന് പറയും. ഷെഫ് എന്ന നിലയിൽ നിന്ന് ഒരു ബിസിനസ് വുമണിലേക്ക് ഒരു യാത്ര എങ്ങനെയായിരുന്നു? അത് ഞാൻ അങ്ങനെ ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. അതൊരു ബിസിനസ്സുകാരി ആവണമെന്നോ അല്ലെങ്കിൽ അത്രയൊരു വലിയ റെസ്റ്റോറൻ്റായി മാറുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു സ്ത്രീകളെ ഇതിൽ നിന്നിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാധാരണ റെസ്റ്റോറൻറ്റ്, ആ സാധാരണ റെസ്റ്റോറൻറ്റ് ഇന്നിപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വലിയ റെസ്റ്റോറൻ്റായി മാറി. അതോടൊപ്പം തന്നെ അവിടുത്തെ അബുദാബിയിലെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റായി മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹം, അതിൽ കൂടുതലൊന്നും എനിക്കിതിനെപ്പറ്റി പറയാനില്ല. എങ്കിലും ഐ ആം വെരി ഹാപ്പി, ഐ ആം പ്രൗഡ് ഓഫ് മൈ പ്രൊഫഷൻ. ഇത് പറയാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എനിക്ക് എന്നെ ലത എന്ന് പറയുന്നതിനേക്കാളും ഇഷ്ടം ഷെഫ് ലത എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ഒരു മാഡം എന്ന് വിളിക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. ഹോട്ടലിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ എന്നെ അമ്മ എന്ന് വിളിച്ചോളൂ, അതാണ് എനിക്കിഷ്ടം. അമ്മ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്, എനിക്കും ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്കൊരു മക്കൾക്ക് വിളമ്പി തരുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്, അമ്മയുടെ കൈ കൊണ്ട് കിട്ടുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.